ഹരേ കൃഷ്ണ. സർവം കൃഷ്ണ അർപ്പണമസ്തു. എല്ലാ ഭക്തജനങ്ങൾക്കും ശ്രീകൃഷ്ണ ലീല എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സുസ്വാഗതം. നമ്മൾ കേൾക്കുന്നത് ഷഡ്തില ഏകാദശിയെ കുറിച്ചാണ്. ഹിന്ദുമതത്തിൽ ഏകാദശി വ്രതത്തിന് പ്രത്യേക പ്രാധാന്യമാണുള്ളത്. ഈ ഒരു ഏകാദശി ദിവസം ഭക്തജനങ്ങൾ ഭഗവാൻ മഹാവിഷ്ണുവിനെ ആരാധിക്കുകയും അതിനനുസരിച്ച് വ്രതമനുഷ്ഠിക്കുകയും ചെയ്യുന്നു. ഇത്തവണ ഷഡ്തില ഏകാദശി വരുന്നത് 2024 ഫെബ്രുവരി 6 ചൊവ്വാഴ്ചയാണ്. ഈ വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ ശാരീരിക ശുദ്ധിയും ആരോഗ്യവും ലഭിക്കുന്നു എന്നാണ് വിശ്വാസം. ഭഗവാനെ എള്ള് പൂജിക്കുന്നതിലൂടെ നിങ്ങൾ ഒരാൾക്ക് സ്വർണം ദാനം ചെയ്യുന്നതിന് തുല്യമായ പുണ്യഫലമാണത്രേ ലഭിക്കുക. ഷഡ്തില ഏകാദശി ഫെബ്രുവരി 5 തിങ്കളാഴ്ച വൈകുന്നേരം 5:24 ആരംഭിച്ച് ഫെബ്രുവരി 6 ചൊവ്വാഴ്ച 4:07 അവസാനിക്കുകയും ചെയ്യും. ഏകാദശിയുടെ പൂജാ സമയം എന്ന് പറയുന്നത് ഫെബ്രുവരി 6 9:51 AM, അതായത് രാവിലെ 9:51 മുതൽ ഉച്ചയ്ക്ക് 1:57 വരെയാണ്. ഈ ഒരു വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ കടാക്ഷം മാത്രമല്ല നമുക്ക് ലഭിക്കാൻ പോകുന്നത്, ദേവി ലക്ഷ്മി ദേവിയുടെയും അനുഗ്രഹത്തിന് നമ്മൾ പാത്രീഭൂതരാവുകയാണ് ചെയ്യുക. ലക്ഷ്മി ദേവി നമ്മളുടെ എല്ലാ കഷ്ടങ്ങളും ദുരിതങ്ങളും ഒക്കെ, എല്ലാ കഷ്ടപ്പാടുകളിൽ നിന്നും ഒക്കെ നമുക്ക് മുക്തി നേടുന്നതിനായിട്ട് ദേവി നമ്മെ സഹായിക്കുമെന്നും ദേവിയുടെ കൃപയാൽ പണത്തിന് യാതൊരുവിധ കുറവും അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളും നമ്മെ അലട്ടുകയില്ല എന്നിവയൊക്കെയാണ് ഈ ഒരു വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ നമുക്ക് ഭഗവാൻ തരുന്ന പുണ്യങ്ങൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലക്ഷ്മി ദേവിയുടെ കടാക്ഷം എന്ന് പറയുന്നത്. ഇനി പറയുന്നത് കുംഭമാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശിയാണ് ഷഡ്തില ഏകാദശിയായി നാം ആചരിക്കാറുള്ളത്. ഹീനകർമ്മങ്ങളും അതായത് പാപകർമ്മങ്ങളൊക്കെ ചെയ്തവർക്ക് അവരുടെ പാപപരിഹാരം ഉണ്ടാക്കുന്ന ഒരു വ്രതം കൂടിയാണ് ഷഡ്തില ഏകാദശി വ്രതം എന്ന് പറയുന്നത്. അന്നേ ദിവസം എള്ളിട്ട വെള്ളത്തിൽ കുളിക്കുകയും എള്ള് മേല് തേക്കുകയും എള്ള് ബലിയർപ്പിക്കുക, എള്ള് ഭക്ഷിക്കുക, അതുപോലെ തന്നെ എള്ള് ദാനമായിട്ട് കൊടുക്കുക, ഭിക്ഷ കൊടുക്കുക എന്നിങ്ങനെയൊക്കെയുള്ള പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്യുന്നതിലൂടെ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ ലഭിക്കുമെന്നാണ് പറയുന്നത്. എള്ള് ഇത്തരത്തിൽ 6 കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഷഡ്തില ഏകാദശി എന്നൊരു പേര് പോലും ഈ ഒരു വ്രതത്തിന് വന്നിട്ടുള്ളത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇനി ഷഡ്തില ഏകാദശിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചെറിയ ഐതിഹ്യ കഥ നമുക്ക് കേട്ടു നോക്കാം. ഭഗവാൻ ശ്രീകൃഷ്ണൻ പത്മപുരാണത്തിൽ യുധിഷ്ഠിരൻ്റെ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഷഡ്തില ഏകാദശി വ്രതത്തിൻ്റെ മാഹാത്മ്യം എന്താണെന്നുള്ളത്. യുധിഷ്ഠിരൻ ഭഗവാനോട് ചോദിക്കുകയാണ്, ഭഗവാനെ, സർവ്വപാപനാശിയായിട്ടുള്ള അല്ലെങ്കിൽ സർവ്വപാപനാശിനിയായിട്ടുള്ള കുംഭമാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശിക്ക് എന്തുകൊണ്ടാണ് ഷഡ്തില ഏകാദശി എന്നൊരു പേര് വന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഭഗവാൻ പറയാണ്, പുലസ്ത്യ മഹർഷി ദാൽബന് ഇത്തരത്തിലൊരു സംശയം ഉണ്ടാവുകയും സംശയം മഹർഷിയോട് ചോദിച്ചപ്പോൾ മഹർഷി പറഞ്ഞു കൊടുത്തിട്ടുള്ള ഒരു അറിവ് ഞാൻ കേട്ടിട്ടുണ്ട് ഈ ഒരു ഏകാദശിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്, അത് ഞാൻ നിനക്ക് പറഞ്ഞു തരാം എന്ന് ഭഗവാൻ പറയുകയാണ്. ദാൽബൻ എന്താ ചോദിച്ചത് മഹർഷിയുടെ അടുത്ത്? എന്താ ഭഗവാനെ, മർത്യലോകത്തിലെ ജനിച്ചവർ, അതായത് ഈ ഒരു മനുഷ്യനായിട്ട് ഈ ഒരു ലോകത്ത് അല്ലെങ്കിൽ ഈ ഒരു ബ്രഹ്മാണ്ഡ ലോകത്തിൽ ജനിച്ചവരൊക്കെ എന്തെല്ലാം തരത്തിലുള്ള പാപകർമ്മങ്ങളാണ് ചെയ്യുന്നത്? ബ്രഹ്മഹത്യ ചെയ്യുന്നുണ്ട്, ഗോഹത്യ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ മറ്റുള്ളവരുടെ സ്വത്ത് അപഹരിക്കൽ, മറ്റുള്ളവരെ ദ്രോഹിക്കൽ, ഇങ്ങനെയുള്ള ഇത്തരത്തിലുള്ള പാപം ചെയ്യുന്ന ഒരുപാട് ജനങ്ങളുണ്ട് ഈ ഭൂമിയിൽ. ഇവരൊക്കെ നരകത്തിൽ പതിക്കാതിരിക്കാൻ എന്താണ് അനുഷ്ഠിക്കേണ്ടത്? മഹർഷിയെ പറഞ്ഞു തന്നാലും, അല്ലെങ്കിൽ പാപശാന്തിക്കായിട്ട് പെട്ടെന്നും അനായാസവും അതുപോലെ തന്നെ ഫലപ്രദവുമായിട്ടുള്ളത്, നമ്മൾ എന്ത് വ്രതമെടുക്കുന്നതിനും അതിൻ്റേതായ പുണ്യവും ഫലങ്ങളൊക്കെ തന്നെയുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ അതിന് അങ്ങനെയുള്ള ഫലപ്രദമായ വല്ല മാർഗങ്ങളൊക്കെ ഉണ്ടോ, അതൊക്കെ ഒന്ന് പറഞ്ഞു തരൂ മഹർഷി എന്ന് പറയുകയാണ് നമ്മുടെ ദാൽബ്യൻ. അപ്പോൾ മഹർഷി പറഞ്ഞു കൊടുക്കുകയാണ്, ഇത് വളരെ പരമരഹസ്യമാണ്, ഇത് ഞാൻ ആരോടും പറയാത്തൊരു രഹസ്യമായിട്ടുള്ള കാര്യമാണ്.
നമ്മുടെ വിഷ്ണുവിനോടും ഇന്ദ്രനോടും ഇന്ദ്രഭഗവാനോടും വിഷ്ണു ഭഗവാനോടും ഒന്നും ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇപ്പോൾ നിങ്ങൾ ചോദിച്ചുകൊണ്ട് മാത്രം പറയുകയാണ് ഇതിൻ്റെ എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് പറയാണ്. അപ്പോൾ അദ്ദേഹം പറയാണ് കുംഭമാസത്തിൽ അതായത് കുംഭമാസം ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുളിച്ച് ശുദ്ധനായിട്ട് നമ്മുടെ മനസ്സിൽ യാതൊരുവിധ കള്ളത്തരങ്ങളും കളങ്കവും ഇല്ലാതെ കാമക്രോധാദികളൊക്കെ വെടിഞ്ഞ് ഭഗവാൻ മഹാവിഷ്ണുവിനെ സ്തുതിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ കാൽ കഴുകി എള്ളുമണിയും പരുത്തിക്കുരുവും ശുദ്ധമായ ചാണകത്തിൽ ചേർത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അതായത് ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ പാദത്തിൽ സമർപ്പിക്കുക, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാൽക്കൽ വിതറുക എന്നാണ് പറയപ്പെടുന്നത്. പാപങ്ങളിൽ നിന്നൊക്കെ ഉള്ള ഗുണപ്രദമായിട്ടുള്ള ഫലങ്ങളാണ് നിങ്ങൾക്ക് ലഭിക്കുക. നിങ്ങൾ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ആരാണോ ചെയ്തിട്ടുള്ള പാപങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് അവർക്ക് അവരുടെ പാപങ്ങളൊക്കെ കഴുകി കളയാനായിട്ട് ഏറ്റവും ഉത്തമമായിട്ടുള്ളൊരു മാർഗമാണ് ഇത് എന്ന് പറയാണ്. അതുപോലെ തന്നെ കുംഭമാസത്തിലെ ആതിരയും ആതിര നക്ഷത്രവും തിരുവാതിര നക്ഷത്രവും മൂല നക്ഷത്രവും ഒക്കെ ചേർന്ന് വരുന്ന കൃഷ്ണപക്ഷ ഏകാദശി ദിവസം ആണ് ഈ ഒരു വ്രതം അനുഷ്ഠിക്കേണ്ടത്. അതിൻ്റെ പുണ്യമായിട്ടുള്ള വിധി പറയുന്നത് ഇങ്ങനെയൊക്കെയാണ്. ഭഗവാനെ നമ്മൾ നല്ല രീതിയിൽ ശരീരശുദ്ധിയൊക്കെ വരുത്തി ഭഗവാൻ മഹാവിഷ്ണുവിനെ പൂജിക്കുക. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ നാമങ്ങൾ ഒരുപാട് തവണ ജപിക്കുക. പിന്നെ രാത്രി ഉറക്കമിളക്കലും ചന്ദനം കൊണ്ടും കർപ്പൂരം കൊണ്ടും പഞ്ചസാര മുതലായ നിവേദ്യങ്ങൾ കൊണ്ടൊക്കെ ഭഗവാനെ പൂജിക്കുന്നതും കൃഷ്ണനാമം വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നതും വിഷ്ണുവിൻ്റെ മൂലമന്ത്രം ചൊല്ലുന്നതൊക്കെ വളരെ ഗുണപ്രദമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ്. ഈ ഏകാദശി ദിവസം കുമ്പളങ്ങിയും നാളികേരവും അതുപോലെ തന്നെ മാതള നാരങ്ങ എന്നിവ കൊണ്ടൊക്കെ ഭഗവാനെ പൂജ ചെയ്യുന്നതും ഭഗവാനെ സമർപ്പിക്കുന്നതൊക്കെ വളരെ ഉത്തമമായി കണക്കാക്കപ്പെടുന്നു. അതുപോലെ തന്നെ ബ്രാഹ്മണന്മാരെ പൂജിക്കുന്നതും അവർക്ക് വസ്ത്രങ്ങളും ധനമൊക്കെ നൽകുന്നതൊക്കെ വളരെ പുണ്യകരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഈ ഒരു എള്ളുമായി ബന്ധപ്പെട്ടിട്ട് ഈ ഒരു ഏകാദശി വ്രതത്തിനുണ്ടാകുന്ന ഒരു ഐതിഹ്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു വിശ്വാസം എന്ന് പറയുന്നത്, നമ്മൾ ഭഗവാന് സമർപ്പിക്കുന്ന ആരാണോ ഭഗവാന് എള്ള് സമർപ്പിക്കുന്നത്, എത്രത്തോളം എള്ള് ഭഗവാന് സമർപ്പിക്കുന്നുണ്ടോ അത്രയും എള്ള് മുളച്ചു പൊങ്ങി അതിൽ എത്രത്തോളം ചില്ലകൾ ഉണ്ടാകുന്നുണ്ടോ അത്രയും വർഷം അയാൾ സ്വർഗ്ഗലോകത്തിൽ പൂജിക്കപ്പെടും, അല്ലെങ്കിൽ സ്വർഗ്ഗലോകത്തിൽ വസിക്കുമെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഭഗവാന് എള്ള് എത്രത്തോളം പ്രിയപ്പെട്ടതാണ് എന്നുള്ളതും അതിൻ്റെ മാഹാത്മ്യം എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഏകാദശി വ്രതം നല്ല രീതിയിൽ അനുഷ്ഠിക്കുന്നവർക്കൊക്കെ ഭഗവാൻ തന്നെ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. എല്ലാ പാപങ്ങളിൽ നിന്നും ഈ ഒരു തിലദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ മനുഷ്യൻ സർവ്വ പാപങ്ങളിൽ നിന്നും മുക്തനാവുമെന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു കാര്യമാണ്. അന്നേ ദിവസം പിശുക്ക് കാണിക്കുകയോ നമ്മുടെ ധനസ്ഥിതിക്കനുസരിച്ചിട്ട് പാവപ്പെട്ട വിഭാഗത്തിലുള്ള ആളുകൾക്ക് വസ്ത്രദാനം ചെയ്യുന്നതും ധനം ദാനം ചെയ്യുന്നതൊക്കെ വളരെയധികം ഉത്തമമാണ്. മാത്രമല്ല ഈ ഒരു ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ ജന്മം തോറും നമുക്ക് എത്ര ജന്മമാണോ നമുക്കുള്ളത് അത്രത്തോളം നമുക്ക് ആരോഗ്യം, ഓരോ ജന്മത്തിലും അതിൻ്റേതായ ആരോഗ്യം നമുക്കുണ്ടാവും എന്ന് പറയുന്നുണ്ട്. പിന്നീട് പറയുന്നുണ്ട് ദാരിദ്ര്യവും കഷ്ടപ്പാടും ദുരിതങ്ങളും ദൗർഭാഗ്യങ്ങളും ഒന്നും നമ്മെ അലട്ടുകയില്ല എന്നും ഈ ഒരു ഷഡ്ത്തില ഏകാദശിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വിശ്വാസമാണ്. ഈ ഒരു ഏകാദശി ദിവസം ഭഗവാൻ മഹാവിഷ്ണുവിനെ ഈ ഒരു മന്ത്രത്തോടെ നമുക്ക് ജപിക്കാവുന്നതാണ്. മന്ത്രം ഇതാകുന്നു: ഓം നമോ ഭഗവതേ വാസുദേവായ വിഷ്ണവേ വിശ്വമോഹനരൂപായ ശ്രീം പരമാത്മനേ നമഃ. ഈ ഒരു മന്ത്രം കുറഞ്ഞത് 11 തവണയെങ്കിലും ചൊല്ലുകയാണെങ്കിൽ വളരെ ഗുണപ്രദമായി കണക്കാക്കപ്പെടുന്നു. അപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാ ഭക്തജനങ്ങൾക്കും ഈ ഒരു ഏകാദശി വ്രതം, അതായത് ഈ കുംഭമാസത്തിലെ ഈ ഒരു ഷഡ്ത്തില ഏകാദശി നല്ല രീതിയിൽ നോൽക്കുവാനും അവസാനിപ്പിക്കുവാനും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഹരി ഓം.